ഇന്ത്യ ഇന്ന് 79 വർഷങ്ങൾ സ്വാതന്ത്ര്യത്തിൽ അത് തുടരുകയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടം മുഴുവനും പലതരത്തിലുള്ളതായിരിക്കുന്ന വെല്ലുവിളികളെ നേരിട്ടതായ ഭാരതം ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ 79ാം വർഷം ആചരിക്കുമ്പോഴും അനേകം ജനതകൾ അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നുവെന്നുള്ളത് വലിയൊരു വിരോധാഭാസമാണെന്ന് നമുക്കറിയാം. വികസനങ്ങളും പലതരത്തിലുള്ള പുരോഗമനങ്ങളും നമുക്കുണ്ടാകുന്നെങ്കിലും ഇന്നും പ്രയാസത്തിലും ദുരിതത്തിലും ദുഃഖത്തിലുമായി പാർക്കുവാൻ ഇടമില്ലാതെ രോഗത്തിന് ചികിത്സ ലഭിക്കുവാൻ വേണ്ടതായിരിക്കുന്ന സാമ്പത്തികമായ കഴിവുകളില്ലാത്തവർ, നല്ല വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെടുന്നതായ കുഞ്ഞുങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ, അങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന പരാധീനതകളിൽ ഇന്ന് ജീവിക്കുമ്പോൾ അവിടെയെല്ലാം പാരതന്ത്ര്യമാണ് നിൽക്കുമരുന്നിൻ്റെയും പിടിയിൽപ്പെട്ട് ഈ ഇന്ത്യ ഇന്ന് ആടി ഉലയുന്ന ഒരു സമയമാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ, നമ്മുടെ തന്നെ മക്കൾ വിദേശത്തുനിന്ന് വരുന്നതായ ലഹരി പദാർത്ഥങ്ങൾ വിറ്റഴിച്ച് ഈ ഭൂമിയെ, ഈ സമൂഹത്തെ, ഈ ജനതയെ കലുഷിതമാക്കുന്നത്, നശിപ്പിക്കുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. സാമ്പത്തികമായ ഉന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അതിന് ഒരു കൂട്ടം ആളുകളെ നശിപ്പിച്ചിട്ട് വേണമോ എനിക്ക് സമ്പത്തുണ്ടാക്കുവാനെന്നുള്ളത് ഈ രംഗത്തൊക്കെ അബദ്ധവശാൽ പെട്ടുപോയ യുവജനങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുള്ളതായിരിക്കുന്ന കാലമുള്ള നമുക്ക് ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ വളർന്ന് രാജ്യത്തിന് മുഴുവനും, അതേ സമൂഹത്തിന് മുഴുവനും, ലോകത്തിന് മുഴുവനും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് വളരുന്നവോ സൗകര്യങ്ങളും വളരുന്നതായ സമയത്ത് അതിനെയെല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ ഒരു കൂട്ടം ആളുകൾ മയക്കുമരുന്നുകളുടെ വിൽപ്പനയുമായി പാരതന്ത്ര്യത്തിൻ്റെ കുഴിയിലേക്ക് സമൂഹത്തെ വിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യദിന ചിന്തകൾ നമുക്ക് ഉയർന്ന് ആഘോഷിക്കേണ്ടതായ സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ളതായ വിരോധാഭാസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഭാരതത്തിൻ്റെ ഭാവി, മതേതരത്തിൻ്റെ ഭാവി, സ്വാതന്ത്ര്യത്തിൻ്റെ ഭാവി, എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നതായ സന്തോഷാവസരം, ഇതെല്ലാം യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മയുടെയും അല്ലാതെ സ്വാതന്ത്ര്യം എല്ലാ വ്യക്തികൾക്കും, ഇന്ത്യയിലെ എല്ലാ വ്യക്തികൾക്കും സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കുവാൻ, സ്വാതന്ത്ര്യത്തോടുകൂടി ആരാധിക്കുവാൻ, സ്വാതന്ത്ര്യത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ ഉള്ളതായ അവസരങ്ങൾ ഒരുക്കുമ്പോഴാണ് 79ാം വാർഷികത്തിന് അർത്ഥമുണ്ടാകുന്നത്. അത് കേവലം മറ്റ് ചില വിവാദങ്ങളിലും മറ്റു ചിലതായ കാര്യങ്ങളും മൂടി സ്വാർത്ഥമായ ലക്ഷ്യത്തെ പ്രാപ്തീകരിക്കുവാനുള്ളതായ കാര്യങ്ങളായിട്ട് തീരുമ്പോൾ ഇന്നും സ്വാതന്ത്ര്യം അത് യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. സ്വാതന്ത്ര്യം അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നതിനല്ല, സമൂഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ളതായ പരാധീനതകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചനം കൊടുക്കുന്നതായ പ്രവർത്തന ശൈലിയിൽ വളരുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് പറയുന്നത്. അത് യാഥാർത്ഥ്യമാക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വാതന്ത്ര്യ ദിന ആശംസകളും നേരുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും.